ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഓറിയോ ചീസ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയും എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ബിസ്ക്കറ്റാണിത്. ഇത് ഞാൻ ഒരു 6 പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ക്രീമോട് കൂടിയിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ അത് ഒരു പാക്കറ്റിൽ 4 ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ 24 ബിസ്ക്കറ്റിൻ്റെ എണ്ണം പറയുന്നത്. അങ്ങനെ 6 പാക്കറ്റ്. അങ്ങനെ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്ത് നല്ല നൈസായിട്ട് പൊടിച്ചെടുത്ത പൊടി റെഡിയാക്കി വെക്കാം. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. അത് കുറച്ച് ഉരുകിയ പോലെ ആയാലും കുഴപ്പമില്ല. അതിട്ട് ബിസ്ക്കറ്റ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ബേസ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബേസ് റെഡിയാക്കാം. ബിസ്ക്കറ്റിൻ്റെ പൊടിയും ബട്ടറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമുക്കിത് കൈവച്ചും ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാം, അത് കുഴപ്പമുള്ള കാര്യമല്ല. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം അടുത്തതായിട്ട് കേക്ക് ബോർഡും റിങ്ങും കൂടെ നമുക്ക് വെക്കാം. ഈ റിങ് ഇതുപോലത്തെ ടൈപ്പ് റിങ് വെച്ചിട്ടാണ് നമ്മൾ ചീസ് കേക്ക് ഉണ്ടാക്കുന്നത്. മറ്റേ വേറെ ഒരു ടൈപ്പ് പാത്രമുണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്നിട്ട് പിന്നെ ഈ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഈ ബേസ് ഇതിനകത്തോട്ടിട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും പ്രസ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്ന വിധത്തിൽ കൈകൊണ്ട് ഇങ്ങനെ അമർത്തി അമർത്തി എല്ലാ ഭാഗത്തും ഒരേപോലെ ആക്കിയെടുക്കാം. ഇത് ഒരു ഗ്ലാസ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ പ്രസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അത് ഗ്ലാസ് എടുത്തിട്ടില്ല, കൈ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ഭാഗത്തും ഒരുപോലെ പ്രസ് ആയതിനു ശേഷം ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. ഈ ഒരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ബാറ്റർ റെഡിയാക്കാം. ആദ്യം നമുക്ക് ക്രീം ചീസ് ബീറ്റ് ചെയ്യാം. ചീസ് കേക്ക് ആകുമ്പോൾ ക്രീം ചീസാണല്ലോ മെയിൻ. ഇപ്പോൾ ഇതൊരു 500 ഗ്രാം ക്രീം ചീസ് ഉണ്ട്. ഇത് നന്നായി ബീറ്റ് ചെയ്യാം. അടുത്തതായിട്ട് ഇനി ഒഴിക്കാനുള്ളത് കണ്ടൻസ് മിൽക്കാണ്. ഈ ക്രീം ചീസ് ബീറ്റ് ചെയ്തതിലേക്ക് കണ്ടൻസ് മിൽക്ക് ഒരു ടിൻ, അതായത് 400 ഗ്രാമിൻ്റെ ഒരു ടിൻ മിൽക്ക് മെയ്ഡാണ് ഒഴിക്കുന്നത്. ഇത് രണ്ടും കൂടെ ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്യണം. മൂന്നാമതായി നമുക്ക് ജലാറ്റിൻ ചേർക്കാം. ജലാറ്റിൻ 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത്, അങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് അലിഞ്ഞ് വരും. എന്നിട്ട് നമുക്ക് ഈ ബാറ്ററിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ബീറ്റർ വെച്ചിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ് ചീസ് കേക്ക്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. വിപ്പിംഗ് ക്രീം ഒന്നും വേണ്ട. മിൽക്ക് മെയ്ഡും ചീസും ജലാറ്റിനും കുറച്ച് ഓറിയോ ബിസ്ക്കറ്റും ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റുള്ള ചീസ് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ബാറ്റർ ഇതിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഒരു സ്പാച്ചുല യൂസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഒന്ന് ലെവൽ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ കേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. ഒരു 5 to 6 hours വെക്കണം. നമ്മുടെ ചീസ് കേക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റിംഗ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് ചീസ് കേക്ക് നമുക്ക് നോക്കാം. ഇപ്പോൾ നല്ലൊരു സന്തോഷമുള്ള സമയമാണ് ഈ റിംഗ് പൊന്തിക്കുന്ന സമയത്ത്. നന്നായാവോ നന്നായില്ലേ അങ്ങനെ ഒരു ടെൻഷനും കൂടി മനസ്സിലുണ്ടായിരുന്നു.
ഇപ്പം എന്തായാലും നന്നായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി, പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ ചീസ് കേക്ക് നല്ല യമ്മി കേക്ക് റെഡി ആയിട്ടുണ്ട്. എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അമ്മമാർ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ കുട്ടികൾ കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ തനിയെ ഒക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ ഞാൻ ചെറിയ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. എനിക്ക് വലിയ ഭംഗിയായിട്ട് ഡെക്കറേഷനൊന്നും അറിയില്ല. അപ്പോൾ സിമ്പിളായിട്ട് ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ഒരു മോൾഡ് വെച്ചിട്ട് ബിസ്ക്കറ്റിൻ്റെ പൊടി അതിനകത്ത് ഇട്ട് കൊടുത്ത് ചെറിയ രീതിയിലൊക്കെ ഒന്ന് ബിസ്ക്കറ്റ് പൊടിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഓറിയോ ബിസ്ക്കറ്റൊക്കെ വെച്ച് ഒന്ന് ചെറിയ രീതിയിൽ സെറ്റ് ചെയ്തു. പിന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടും കൂടിയും കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള റെസിപ്പിയാണ് ഞങ്ങൾ ഈ വീക്ക് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ മക്കളും ഞങ്ങളുടെ ഓരോ റെസിപ്പീസും കണ്ട് പറ്റുന്നവർ ട്രൈ ചെയ്യുക, കുട്ടികൾ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ അമ്മമാർ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം വീണ്ടും പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും ടേസ്റ്റി ക്യൂൻസിൽ വരുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.